പറഞ്ഞതാണ്. അല്ല, CBI ഹാജരാകുന്നില്ല. തീർച്ചയായും ഇപ്പോൾ നമ്മോടൊപ്പം നാസർ കൊളായി കൂടിയുണ്ട്. ദുൽഖിഫിൽ തുടരൂ. നാസർ കൊളായി, DK ശിവകുമാറിനെ അറിയാമല്ലോ, കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി. അതായത് അദ്ദേഹം ദേശീയ കോൺഗ്രസിന്റെ നേതാവാണ്. ആ കോൺഗ്രസ് നേതാവായ DK ശിവകുമാർ പറയുന്നു, നാളത്തെ കേരളത്തിന്റെ സമരത്തിനൊപ്പം നിൽക്കും, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും, ഞങ്ങളുടെ സഹോദര സംസ്ഥാനത്തിൽ നിന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശനും കേരളത്തിലെ കോൺഗ്രസും പറഞ്ഞതിന് വിരുദ്ധമാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ തള്ളുകയാണ് DK ശിവകുമാർ അടക്കമുള്ളവർ. ദുൽഖിഫിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനോട് അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ദേശീയ കാഴ്ചപ്പാടും സംസ്ഥാന കാഴ്ചപ്പാടും രണ്ടാണ് എന്ന്. അജിൻഷാദെ, എന്താ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ വക്താക്കളോടൊക്കെ നമ്മൾ മറുപടി പറയുക? അവർക്ക് ദേശീയവും സംസ്ഥാനവും ജില്ലയും ഒക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ഇന്ത്യ എന്നൊരു രാജ്യത്തെക്കുറിച്ചോ കേരളം എന്നൊരു സംസ്ഥാനത്തെക്കുറിച്ചോ കാഴ്ചപ്പാടില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ കഴുത്തിഞ്ഞെരിക്കുന്നു എന്ന് പറഞ്ഞ് സമരത്തിന് ഒരുമിച്ച് പോകാം, നമുക്ക് ഒരുമിച്ച് നിവേദനം കൊടുക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഈ MP-മാരെ ഒക്കെ വിളിച്ചപ്പോ അതിൽ പങ്കെടുക്കുകയും എന്നിട്ട് കേന്ദ്രത്തിനെതിരെ നിവേദനം കൊടുക്കാൻ പോകുമ്പോൾ ഒരുമിച്ച് പോകാതിരിക്കുകയും ചെയ്തവരാണ് കോൺഗ്രസ്. മാത്രമല്ല, ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, കേന്ദ്രം കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള കേന്ദ്ര നയത്തിനെതിരെ സർക്കാർ വളരെ വ്യക്തമായി നേരത്തെ പ്രഖ്യാപിച്ച് ക്ഷണിക്കേണ്ടവരെ, മല്ലികാർജുന ഖാർഗെ വരെ ക്ഷണിച്ചു ആ പരിപാടിക്ക്, കേന്ദ്ര വിരുദ്ധ സമരത്തിന്. അപ്പൊ കോൺഗ്രസ് പറഞ്ഞത് എന്താണ്? ഇവിടെ ദൂർത്താണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ കേന്ദ്ര വിരുദ്ധ സമരത്തിനില്ല എന്നെല്ലാം പറഞ്ഞു. ഇന്ന് കർണാടക പറഞ്ഞു തുടങ്ങി, പഞ്ചാബ് ആ വഴിയിലൂടെ വരുന്നു, തമിഴ്നാട് വളരെ വ്യക്തമായി പിന്തുണ പ്രഖ്യാപിച്ചു, ഡൽഹി ആ വഴിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ BJP ഇതര ഗവൺമെന്റുകളെല്ലാം ശക്തമായി നരേന്ദ്രമോദിയെ നേരിടാൻ, ആ ഗവൺമെന്റിനെ നേരിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ സമരപദമായി കർമ്മപദമായി കേരളത്തിലെ വിഷയം അതല്ലെന്നാ പറയുന്നത്. തുടർച്ചയായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കേന്ദ്രത്തിൻ്റെതിൽ നിന്ന് വിരുദ്ധമായി ധനവിനിയോഗത്തിൽ പ്രശ്നങ്ങൾ വരുത്തുന്നു. അത് തങ്ങൾക്ക് സംസാരിക്കണ്ടേ? അതാണ് VD സതീശനും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ദുൽഖിഫിലും ആവർത്തിക്കുന്നത് തന്നെയാണ്. അവർക്കത് പറയാം. കാരണം എന്താണെന്നറിയോ, ഇവിടെ കേരളത്തിൽ നമുക്കറിയാം മഹാമാരി വന്നു, അതുപോലെ തന്നെ 2 മഹാപ്രളയം വന്നു. ഈ 2 മഹാമാരിയും മഹാപ്രളയത്തെയും വളരെ കൃത്യമായി അതിജീവിച്ച ഗവൺമെന്റ് ആണ് ഈ കേരളത്തിലുള്ളത്. അന്ന് ഒരു നയാ പൈസയുടെ പെൻഷൻ പോലും ഈ നാട്ടിൽ മുടക്കിയിട്ടില്ല. ആളുകൾക്ക് സൗജന്യ കിറ്റ് കൊടുത്തു, സൗജന്യ ഭക്ഷണം കൊടുത്തു. ഇന്നുവരെ ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി. 3.5 ലക്ഷത്തിലധികം ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടുകൾ ഉണ്ടാക്കി. ഈ നേട്ടങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് 2021 കൂടുതൽ വോട്ടും കൂടുതൽ സീറ്റും നേടി ജനങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര അവഗണനക്കെതിരെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നവകേരള സദസ്സ് 140 മണ്ഡലങ്ങളിൽ നടത്തിയപ്പോ CPM-നെ എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും അവസാനം സമ്മതിക്കേണ്ടി വന്നു. 15,000-നും 50,000-നും ഇടയിലുള്ള ആളുകൾ തടിച്ചുകൂടി. വിചാരണ സദസ്സ് എന്ന് പറഞ്ഞ ഈ VD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ UDF സംഘടിപ്പിച്ചു. അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങൾക്ക് പോലും സദസ്സിന്റെ ചിത്രം കൊടുക്കാത്ത വിധം ദയനീയമായി മാറി. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇന്ന് കർണാടക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഇവർ വിഷയമാക്കുമെന്നുള്ളത് ഉറപ്പാണ്. നാസർ കൊളായിയും CPI-ഉം ഒക്കെ വിഷയമാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ദുൽഖിഫിൽ മറുപടി ഉണ്ടോ? ഞാൻ പറയാത്തൊരു വാക്ക് നിങ്ങൾ തിരികെ കയറ്റി. ഞാൻ പറഞ്ഞത് AICC